അധ്യായം 96. സൂറത്തുൽ അലഖ്, ഭ്രൂണം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്ത്. തിരുമേനിക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അതോടുകൂടിയാണ്. ഇമാം അഹ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവത്തിന്റെ സംഗ്രഹം ഇപ്രകാരമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ആദ്യമുണ്ടായത് യഥാർത്ഥമായി പുലരുന്ന സ്വപ്നങ്ങൾ കാണലായിരുന്നു. പിന്നീട് ജനങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അവിടുന്ന് ഹിറാമല ഗുഹയിൽ ചെന്ന് കുറെ ദിവസങ്ങളോളം വീട്ടിലേക്ക് വരാതെ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ തീരുമ്പോൾ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അത്ര നാളത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഗുഹയിൽ വെച്ച് ആ യഥാർത്ഥം സംഭവിച്ചു. മലക്ക് വന്നു, ഞാൻ ജിബ്രീലാണെന്നും താങ്കൾ ഈ സമുദായത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലാണെന്നും സന്തോഷ വാർത്ത അറിയിച്ചു. അനന്തരം മലക്ക് ഇഖ്റ, ഓതുക എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഓതുന്നവനല്ല. തിരുമേനി പറയുകയാണ്, അപ്പോൾ എനിക്ക് വിഷമം അനുഭവപ്പെടുമാറ് മലക്ക് എന്നെ കൂട്ടിപ്പിടിച്ചു. പിന്നീട് എന്നെ വിട്ടുകൊണ്ട് ഓതുക എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ ഓതുന്നവനല്ല, അഥവാ എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാനും പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും അദ്ദേഹം അങ്ങനെ എന്നെ കൂട്ടിപ്പിടിച്ചു വിടുകയുണ്ടായി. എന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നു തുടങ്ങി അല്ലമഹു മാ ലം യഅലം എന്നീ 1 മുതൽ 5 കൂടിയ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തന്നു. അനന്തരം തിരുമേനി വിറച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എനിക്ക് വസ്ത്രമിട്ട് പുതച്ചു തരുവീൻ, ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞു. പരിഭ്രമം നീങ്ങിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു. അവർ ഇങ്ങനെ സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, സന്തോഷപ്പെട്ടുകൊള്ളുക. അള്ളാഹു അങ്ങയെ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല. അവിടുന്ന് കുടുംബബന്ധം പാലിക്കുകയും അന്യരുടെ ഞെരുക്കം ഏറ്റെടുക്കുകയും ഇല്ലാത്തവന് സഹായം നൽകുകയും അതിഥികളെ സൽക്കരിക്കുകയും വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹായ സഹകരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണല്ലോ. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ തിരുമേനിയെയും കൊണ്ട് തന്റെ പിതൃവ്യപുത്രനും വയോധികനുമായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കൽ പോയി. അദ്ദേഹം നസ്രാണി അഥവാ ക്രിസ്തുമതം സ്വീകരിച്ചവൻ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറബി എഴുതുകയും ഇഞ്ചീലിൽ നിന്ന് ചില ഭാഗങ്ങൾ അറബി ഭാഷയിൽ എഴുതിയെടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനി കണ്ട വർത്തമാനം അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മൂസ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്ന ആ മഹാദൂതനത്രേ. താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുന്ന അവസരത്തിൽ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. തിരുമേനി ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള കാര്യവുമായി വരുന്ന ആരും തന്നെ ഉപദ്രവിക്കപ്പെടാതിരിക്കയില്ല. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്കു ഞാൻ ശക്തിമത്തായ സഹായം ചെയ്യുമായിരുന്നു. അധികം താമസിയാതെ വറഖത്ത് മരണമടയുകയാണുണ്ടായത്. അഹ്മദ്, ബുഖാരി, മുസ്ലിം. ഈ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങളെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. പിന്നീട് പ്രബോധനം ആരംഭിക്കുകയും ഖുറൈശികളുടെ നിഷേധം മുഴുത്തുവരികയും ചെയ്തപ്പോഴാണ് ബാക്കി ഭാഗം അവതരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ വചനങ്ങളുടെയും പിന്നീടുള്ള വചനങ്ങളുടെയും ഉള്ളടക്കം കൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുകൽ അക്രം. ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യൻ ആകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതെ, മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതിത്തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ഓത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണമെന്നും കൽപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദ്യം പൊതുവിൽ പ്രസ്താവിച്ച ശേഷം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവന്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നു. അങ്ങനെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതേ റബ്ബ് തന്നെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നും അതിനാൽ അവന്റെ സൃഷ്ടിയും അവന്റെ രക്ഷാകർതൃത്വത്തിൽ നിലകൊള്ളുന്നവനുമായ മനുഷ്യൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അനന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുവാൻ
ഒന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ആ രക്ഷിതാവ് ഏറ്റവും ഉദാരനായ അതിമാന്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, അവന്റെ ഔദാര്യവും മാന്യതയും നിമിത്തമാണ് ഈ വേദഗ്രന്ഥം നൽകുന്നതും പേന കൊണ്ട് മനുഷ്യർക്ക് പഠിക്കുമാറാക്കിയതും അവർക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചതും. മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും ശീലിക്കുവാനുള്ള ഉപകരണമാകുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതോർക്കുമ്പോൾ എഴുത്തിനും വായനക്കും സത്യവിശ്വാസികൾ എത്രമാത്രം വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കുകയില്ല, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല. മതദൃഷ്ട്യാ നോക്കുമ്പോൾ എഴുത്തും വായനയും അഭ്യസിക്കുന്നതിന് ഇസ്ലാമിനോളം സ്ഥാനം കൽപ്പിക്കുന്ന മറ്റൊരു മതമില്ലെന്ന് തീർച്ചയാണ്. സന്ദർഭവശാൽ ഒരു വസ്തുത ഇവിടെ ഉണർത്തിക്കൊള്ളട്ടെ. എഴുത്തും വായനയും എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ മിക്കവരുടെയും ഹൃദയത്തിൽ ഖുർആനെ കുറിച്ചോ അതിന്റെ ഭാഷയായ അറബിയെക്കുറിച്ചോ ഓർമ്മ വരാറില്ല. പ്രാദേശിക ഭാഷകളോ മാതൃഭാഷയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന ചില ഭാഷകളും കൂടിയോ മാത്രമേ അവരുടെ ആലോചനയ്ക്ക് വിഷയമാകുന്നുള്ളൂ. ഇതേ ഖുർആൻ വാക്യങ്ങളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അക്ഷരജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗങ്ങളും മറ്റും നടത്തിയേക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മാതൃഭാഷയിലും ജീവിതത്തിൽ അതത് കാലത്ത് അത്യാവശ്യമായി തീരുന്ന ഇതര ഭാഷകളിലും അക്ഷരജ്ഞാനം കരസ്ഥമാക്കുന്നതിന്റെ ആവശ്യകത വിസ്മരിച്ചുകൂടാ. അതേ സമയത്ത് മുസ്ലിങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങൾ അതിനേക്കാളേറെ പരിഗണന നൽകേണ്ടത് ഖുർആനിനും അതിന്റെ ഭാഷയ്ക്കുമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾ നോക്കി വായിക്കുവാൻ മാത്രം പഠിച്ച് തൃപ്തി അടയുകയും അതിന്റെ അർത്ഥത്തെയും ഭാഷയെയും സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളുമെന്നത് വളരെ ഖേദകരമത്രേ. അറബി ഭാഷയുടെ പ്രചാരകന്മാരായി ഇക്കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരിൽ പോലും അതൊരു ലോകഭാഷയെന്നോ സാഹിത്യ ഭാഷയെന്നോ ഉള്ള നിലക്കല്ലാതെ ഖുർആന്റെയും ഇസ്ലാമിന്റെയും ഭാഷ എന്ന നിലക്ക് അതർഹിക്കുന്ന സ്ഥാനം നൽകാത്തവരുണ്ടെന്നുള്ളതും ഇക്കാലത്ത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാകുന്നു.